നമ്മൾ ദുബായിലെത്തിയവരെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ദുബായിൽ നമ്മൾ ഇനി എവിടേക്കാണ് പോകണതെന്ന് എല്ലാവർക്കും അറിയണമല്ലോ. ദുബായ് നമ്മൾ പോണത് സിയാറ്റിലേക്കാണ്. US-ൻ്റെ ഒരു പാർട്ടാണ് സിയാറ്റിൽ. അപ്പോൾ നമ്മുടെ ഗേറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ എമിറേറ്റ്സിൽ തന്നെയാണ് സിയാറ്റിലേക്കും പോണേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മൾ കയറി. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ ഒരു ഹെഡ്സെറ്റും ബ്ലാങ്കറ്റും ഒക്കെ തന്നു. ഇവിടെ നമുക്ക് 14 hours ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ ഫിലിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 14.5 മണിക്കൂർ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കണം. ശരിക്കും ബോറടിയാണ്. കാരണം ഇത്രയും സമയം ഇരിക്കുക എന്ന് പറയുന്നത്. കുറച്ച് നേരം നമ്മൾ ഉറങ്ങി, കുറച്ച് നേരം നമ്മൾ സിനിമ കാണുക, പിന്നെന്താ ഫുഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ശരിക്കും സമയം കൊണ്ട് കളയണം. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഫുഡിൻ്റെ മെനു അവർ കൊണ്ടുവന്നു. 3 ഫുഡാണുള്ളത്. ലഞ്ച്, പിന്നെ ഒരു ചെറിയൊരു ബൈറ്റ് പോലത്തെ ഫുഡ്, ബ്രഞ്ചും ആയിട്ടാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ മഷേനൊക്കെ കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം തുടങ്ങി. കാരണം ഇത്ര സമയം കളയണ്ടേ, മക്കളായാലും ഉറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ലഞ്ച് വന്നു. ലഞ്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഐ ഈറ്റ് മൈ എമിറേറ്റ്സ് ഫ്ലൈറ്റ് എന്നുള്ളതിലും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ഫിലിംസൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫുഡ് ഒരു സ്നാക്സ് പോലെ വന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലഞ്ചൊക്കെ മക്കൾക്കും വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായി. മോളും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മലൈക്കോട്ടെ വാലിബൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പ്ലെയിനിൽ. കാരണം ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ ഇരുന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് അതിരുന്ന് കണ്ടു. പിന്നെ മാഷേൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ വെറുതെ എടുത്തു. അങ്ങനെയൊക്കെയാണ് സമയം സത്യത്തിൽ കളഞ്ഞത്. പിന്നെ ഇടയ്ക്കൊരു ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടർബോ ഫിലിം കാണാൻ തുടങ്ങി. അല്ലാതെ സമയം കളയാൻ ഒരു വഴിയില്ല. മക്കളും ഇതുപോലെ തന്നെ 14.5 മണിക്കൂറോളം ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാറ്റിൽ ചെന്ന് ഇറങ്ങാം. സിയാറ്റിൽ നിന്ന് നമ്മൾ റെൻ്റേ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി റെൻ്റേ കാർ എടുത്തിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള കറക്കങ്ങൾ തുടങ്ങാൻ. അപ്പോൾ അങ്ങനെ 14.5 മണിക്കൂറും കഴിഞ്ഞ് നമ്മൾ US-ൽ എത്തി. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് US-ലേക്ക്. അപ്പം ഭയങ്കര സന്തോഷം, വലിയ കുഴപ്പമില്ലാണ്ട് പ്രശ്നമില്ലാണ്ടൊക്കെയും 14 മണിക്കൂർ നമ്മൾ സർവൈവ് ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ അടുത്തതിൽ നമ്മൾ റെൻ്റേ കാർ എടുക്കണമെന്നാണ് കാണിക്കാനേ. അപ്പോൾ